ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് ഓഫീസിൽ പോകുന്നൊരു ദിവസമാണ്. അപ്പം ഞാൻ രാവിലെ എണീറ്റ് എൻ്റെ സാലഡ് ബോളൊക്കെ ഞാൻ സെറ്റ് ചെയ്തു, ബാഗിലെടുത്ത് വെച്ചു. എന്നിട്ട് ബാഗെല്ലാം പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. രാത്രി തന്നെ അതെല്ലാം അവിടെ സെറ്റാക്കി വെച്ചു. പിന്നെ ജസ്റ്റ് ഒരു സ്കിൻ കെയർ ആൻഡ് മേക്കപ്പ് എന്ന് പറയില്ലല്ലോ, ഞാൻ അധികം മേക്കപ്പ് ഇടില്ല, ഞാൻ സ്കിൻ കെയർ ആണ് മെയിൻലി ചെയ്യാറ്. ഞാനൊരു സെറം ഇട്ടു, പിന്നെ മോയ്സ്ചറൈസർ, പിന്നെ ഐബ്രോസ് ഒന്ന് ഞാൻ കാജൽ എന്തത് മസ്കാര തേച്ചു. പിന്നെ എൻ്റെ ബ്രോസ് ഒന്ന് ഞാൻ ഷേപ്പല്ല എന്തോ ചെയ്തു, ബ്രഷ് ചെയ്തു വെച്ചിട്ടിങ്ങനെ. ഇതാണ് ഞാൻ എപ്പോഴും ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ സൺസ്ക്രീൻ തേക്കും. പിന്നെ ഞാൻ ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ ആ ലിപ്സ്റ്റിക്കിൽ നിന്ന് കുറച്ചെടുത്തിട്ടാണ് ഞാൻ എൻ്റെ ബ്ലഷ് ആയിട്ട് യൂസ് ചെയ്യാറ്. നമുക്ക് അധിക സമയമൊന്നുമില്ല. ഞാൻ പൊതുവേ ഒരു 6:45 6:50 എണീക്കും. എന്നിട്ട് നമുക്ക് ഒരു 7:47 ആകുമ്പോൾ നമുക്ക് ഇറങ്ങണം. അപ്പം ഐ ഗെറ്റ് ദാറ്റ് മച്ച് ഓഫ് 1 hour വിൻഡോ ടു ഗെറ്റ് റെഡി ആൻഡ് പാക്ക് മൈ ലഞ്ച്. അങ്ങനെയൊക്കെ എനിക്കത് യൂഷ്വലി മതിയാവാറുണ്ട്. കാരണം ഞാൻ മോസ്റ്റ്ലി എല്ലാം രാത്രി തന്നെ ചെയ്ത് വയ്ക്കും. അപ്പോൾ എനിക്ക് അധികം എൻ്റെ ബ്രെയിൻ യൂസ് ചെയ്യാതെ ജസ്റ്റ് അത് മാത്രം ചെയ്താൽ മതി, എടുത്തു വെച്ചാൽ മതി. ഇന്നലത്തെ ഡ്രസ്സ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ലെതറിൻ്റെ ബ്ലാക്ക് പാൻറ്റും പിന്നെ H&M നിന്ന് എടുത്ത ഈ ഒരു ഷർട്ട്, ഇതാണ് ഞാൻ പെയർ ചെയ്യാൻ വേണ്ടി പോണത്. ഇട്ടിട്ട് തരാം. ഞാനാണെങ്കിൽ എൻ്റെ വാച്ച് തപ്പി നടക്കുമായിരുന്നു. ഞാൻ ഡ്രസ്സ് ചെയ്തു, എൻ്റെ വാച്ച് ഞാൻ എവിടെ വെച്ചു എന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. എൻ്റെ വാച്ച് കറക്റ്റായിട്ട് ഈ ഡ്രസ്സിന് പോയായിരുന്നു. സോ ഞാൻ ഈ ഒരു ബ്രേസ്ലെറ്റ് ഇടുക. നമുക്ക് 10 മിനിറ്റേ ഉള്ളൂ സമയം. ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ലെങ്കിലും ഒരുപാട് സമയം പോകുന്നതായി തോന്നുന്നല്ല, സമയം പോകും. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് റിങ് ഉണ്ട്, അപ്പം അതൊക്കെ ഞാനൊന്ന് ഇട്ടു. ഇന്നെൻ്റെ മുടി നല്ലതായതുകൊണ്ട് ഞാൻ വിരിച്ചാണ് ഇടുന്നത്. കുറച്ച് സെറം തേക്കാം. റിങ് അഴിക്കണോ? തേക്കണോ? റിങ് അഴിക്കുന്നില്ല. ഏതാ സെറം? ഇത് ബെയർ അനാട്ടമിയുടെ ഒരു സെറമാണ്. ഇത് എൻ്റെ കയ്യിലുള്ളൂ. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് തേച്ചു. എനിക്ക് അധികം ഹെയർ സ്റ്റൈലൊന്നുമില്ല. ഞാൻ പോണിറ്റെയിൽ എനിക്ക് കെട്ടാനും പറ്റില്ല, കാരണം എനിക്ക് തലവേദന എടുക്കും. മുടിയിൽ എന്ത് സ്റ്റൈൽ ചെയ്താലും എനിക്ക് തലവേദന എടുക്കും. അങ്ങനെ ഒരു തലവേദന കുട്ടിയാണ് ഞാൻ. സോ ഞാൻ ഇങ്ങനെ വിരിച്ചിടും, അല്ലെങ്കിൽ ഇതിങ്ങനെ ലോ ആയിട്ട് പോണി കെട്ടും. അങ്ങനെയാണ്. സോ ഇന്ന് നമ്മൾ ഹെയർ വാഷ് ചെയ്തിട്ടേ ഉള്ളൂ ഇന്നലെ. സോ നമ്മൾ മുടി വിരിച്ചിടും. എന്തൊക്കെ ചെയ്താലും ഓഫീസിൽ എത്തുന്ന സമയത്ത് ഈ ജാക്കറ്റ് ഇടുന്നതുകൊണ്ട് മുടി ഓൾറെഡി പോവും. അല്ലെങ്കിൽ ഞാൻ മുടി ഒന്ന് ടൈ ചെയ്ത് വയ്ക്കും ഓഫീസിലെത്തുന്നവരെ. എന്നിട്ട് ഓഫീസിലെത്തിയിട്ട് മുടി അഴിക്കാം. അല്ലെങ്കിൽ ജാക്കറ്റ് ഇട്ട് മുടി മൊത്തം പോവും. ബസ്സിൽ ഇങ്ങനെ പോയിരിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല. എനിക്ക് ഓൾറെഡി കട്ടിയുള്ള ഐബ്രോസ് ആയതുകൊണ്ട് ഞാൻ ഇതിനകത്തൊന്നും ഫില്ല് ചെയ്യില്ല. ഫില്ല് ചെയ്താൽ മീശ മാധവനിലെ ജഗദീനെ പോലെ ഉണ്ടാവും എൻ്റെ പിരിവ്. ഓക്കെ, നമ്മളിനി നമ്മുടെ മെയിനായിട്ടുള്ള സാധനം ആൻഡ് ദ കൺഫ്യൂസിങ് തിങ് എന്താണ്? നമ്മുടെ ലിപ്സ്റ്റിക്ക്. റെഡ് നൂഡിലോട്ട് പോവാം. ഇതിൽ വേറൊരു ഐറ്റം കൂടിയുണ്ട്. ഞാൻ ഒന്നും കൂടെ ഒന്ന് ടച്ചപ്പ് ചെയ്യും ഓഫീസിൽ ചെന്ന പാടെ. സോ വേണമെങ്കിൽ അന്നേരം നമുക്ക് ലിപ്സ്റ്റിക്ക് കറക്റ്റാക്കാം. ഞാൻ ഈ ഒരു ഐ ഷാഡോ പാലറ്റിൽ ഗ്ലിറ്റർ എടുത്തിട്ട്
കുറച്ചൊന്ന് ഗ്ലിറ്റർ തേക്കും, ഒന്ന് തിളങ്ങാൻ. അത്രേ ഉള്ളൂ. ഇതാണ് ഇന്നത്തെ ഔട്ട്ഫിറ്റ്. ഇനി എനിക്കൊരു ബൂട്ട്സ് ഇടാനുണ്ട്. പെർഫ്യൂം അടിച്ചില്ല. ഞാൻ ഈ ഒരു പെർഫ്യൂം അടിക്കുക. എന്നിട്ട് ഞാൻ മിക്സ് ചെയ്യും വിത്ത് ദിസ് വിക്ടോറിയ സീക്രട്ട് ഫ്രഷ്. ഇത്രേ ഉള്ളൂ. ഭയങ്കര ഒരു ഫോഗി മോർണിംഗ് ആണ് ഇന്ന്. നോക്കിക്ക്, ഔട്ട്ഫിറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഇനി ഒരു കോഫി കുടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സ്മോൾ ബ്രേക്ക് എടുത്തിരിക്കുക. കോഫി എടുത്തിട്ട് നമ്മുടെ ഡെസ്കിൽ പോയിരുന്ന് കുടിക്കലാണ് പതിവ്. സോ നമുക്ക് കോഫി എടുക്കാൻ പോകാം. മീറ്റിംഗ് ആയിരുന്നു. കുറേ പണിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ 4:30 ആയി. ഇനി 1 hour കൂടെ ഉള്ളൂ. ഞാനൊരു മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ വന്നതാ. ഇനി ഒരു കോഫിയൊക്കെ എടുത്ത് നമുക്ക് ഡെസ്കിലോട്ട് പോവാം. നമുക്കിനി ജിമ്മിൽ പോവാം. ഇതാണ് എൻ്റെ ഡിന്നർ. അപ്പോൾ ഇതൊക്കെ കഴിച്ച് ഞാൻ പോയി കിടന്നുറങ്ങാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. എല്ലാവർക്കും ടാറ്റാ.